ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവസാനം ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, പൊന്നൂസിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ. എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. രാത്രിയായി യാതൊരു തൊഴിലല്ലാട്ടോ, ഫോണിൽ പാട്ട് വയ്ക്കുക, ഡാൻസ് കളിക്കുക. അവൾ കളിച്ചാൽ മാത്രം പോലെ, നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ അവളെ കൊണ്ടുപോകാൻ വേണ്ടി ഇക്ക റെഡി ആയതാണ് കേട്ടോ. ഇന്നലെ തുടങ്ങിയതാണ് ഈ റെഡി ആവൽ. വളയിടുന്നു, കമ്മലിടുന്നു, മാലയിടുന്നു. എന്താ ചെയ്യുക, എന്താ ദിവസം പോവാത്ത, നാളെ എന്താവാത്തെന്ന് പറഞ്ഞ് യാതൊരു തൊഴിലുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, വേഗം നിൻ്റെ ആനുവൽ ഡേ കഴിഞ്ഞാൽ മതി, എനിക്കിതിന് സമാധാനം കിട്ടും. നല്ല ചുമയുണ്ട് കേട്ടോ ആൾക്ക്. അങ്ങനെ അവൾ പോയി. വൈകുന്നേരമായി. ഇക്ക റെഡി, എന്നോടൊന്ന് വേഗം വാ സമയമായി എന്ന് പറയുന്നത്. ഞാൻ റെഡിയായി, ഫൈക്കുട്ടൻ റെഡിയായി. ഫൈക്കുട്ടൻ ഞങ്ങളുടെ കൂടെയാണ്. ഫൈക്കുട്ടൻ ഡാൻസിനൊന്നും ചേർന്നിട്ടില്ല, അത് കാരണം നമ്മുടെ കൂടെയാണ് പോകുന്നത്. നമ്മളൊരു 6:30 അങ്ങനെയൊക്കെ ആകുമ്പോഴാട്ടോ പോകുന്നത്. അങ്ങനെ വണ്ടിയിൽ കയറി. ഫൈക്കുട്ടൻ ഫ്രണ്ടിലിരുന്നു, ഞാൻ ബാക്കിലായിരുന്നു. ഇതാ കാണുന്നതാണ് പൊന്നൂസിൻ്റെ സ്കൂൾ കേട്ടോ. സ്കൂൾ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഏത് സ്കൂളിലും നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാവില്ല. ഇപ്പോൾ സ്കൂളിൽ നിന്നല്ല, രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് കുട്ടികൾ ഫുഡ് കഴിക്കാതെ കണ്ടോ. 98ാമത്തെ വാർഷികമാണ് കേട്ടോ സ്കൂളിൻ്റെ. ഫുഡ് കഴിക്കാതെ പോയാലും നമുക്ക് യാതൊരു ടെൻഷനില്ല. അവിടെ നല്ല സൂപ്പർ ഫുഡുകളുണ്ട്. ഡെയിലി ഓരോ ഫുഡാട്ടോ. ഇഡ്ഡലി, ദോശ, ഉപ്മാവ്, അങ്ങനെ ഓരോന്നുണ്ട്. അങ്ങനെ ഫൈമോൻ എനിക്ക് കാണിച്ചു തരുന്നു കേട്ടോ. പൊന്നൂസ് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് കണ്ടപ്പോൾ അവളെ മനസ്സിലായില്ല, കാരണം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിരിക്കുന്നു. ഞാൻ കിടന്ന് തരികയാണ് പൊന്നൂസ് എവിടെയെന്ന്. അവസാനം ഫൈക്കൂട്ടനാണ് കാണിച്ചത്. ഇതമ്മ അവൾ ഇരിക്കണേ പറഞ്ഞിട്ട്. അവൾ മേക്കപ്പ് മാത്രം ചെയ്തിട്ടില്ല. ലാസ്റ്റ് അവർ 4ാം ക്ലാസ്സല്ല, അപ്പോൾ LKG, UKG, 1ാം ക്ലാസ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഫസ്റ്റ്. അപ്പോൾ അവരൊക്കെ മേക്കപ്പ് കഴിഞ്ഞ് ഇവർ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് അവൾ അന്തം വിട്ട് എന്നെ കണ്ടപ്പോൾ. അവൾ പറയുന്നു, ബോറടിക്കുമ്പോൾ കുറേ നേരം ഇരുന്ന്. ഇതൊക്കെ അവളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. കേട്ടോ, എല്ലാവരും ഞാൻ അങ്ങനെ വിളിച്ച് കൂട്ടിയിട്ട് വന്ന് ഒരു ഫോട്ടോ എടുക്കുക. ഇനിയിപ്പോൾ ഓരോരുത്തരും ഓരോ സ്കൂളിലോട്ട് പോകുമല്ലോ. കുറച്ച് പേരൊക്കെ ഒരു സ്കൂളിലാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് അവരെ ഫോട്ടോ എടുത്തു. പിന്നെ ഞാനിതാ താഴോട്ട് ഇറങ്ങി. പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിന് മേക്കപ്പ് ചെയ്തിട്ടില്ല, അത് എല്ലാം കഴിഞ്ഞ് അവളുടെ അതായത് സമ്മാനങ്ങൾ കൊടുക്കലൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരുടെ മോളും ഇവിടെയാണ് പഠിക്കുന്നത്. ഇക്കാടെ ഫ്രണ്ടുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ ഒരു ഭാഗത്ത് വന്നിരുന്ന് അത് സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളും ഇതൊക്കെ കാണിക്കുന്നു കേട്ടോ. സൂപ്പറാണ്. സ്കൂളിൽ പറഞ്ഞാലും തീരില്ല, കാരണം ഞാൻ വളരെ പ്രയാസത്തിൽ കയറി വന്നപ്പോൾ എൻ്റെ മക്കൾക്ക് അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ അഡ്മിഷൻ ഇതാക്കാൻ വേണ്ടി ഞാനൊന്ന് പോവേണ്ട ആവശ്യം പോലും വരാതെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നാണ്. അതുപോലെ സ്കൂൾ വാൻ ഫീസ് ഒക്കെ ആ സമയത്ത് ഇക്കാക്ക് വയ്യാത്ത സമയത്ത് എല്ലാം എനിക്ക് നല്ലപോലെ എന്നോട് സഹകരിച്ച ആൾക്കാരാണ്. പിന്നെ അതുമല്ല, എൻ്റെ പൊന്നൂസ് അവിടെ നിന്ന് വന്ന് അവൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് യാതൊരു ഞങ്ങളുടെ സിറ്റുവേഷൻ അവളെ അറിയിക്കാതെ, അവൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ വെറും 4 മാസം കൊണ്ട് ആ സ്കൂളിലെ 3ാം ക്ലാസ്സിലെ ഏറ്റവും ടോപ്പായിട്ട് ക്യാഷ് അവാർഡ് വാങ്ങേണ്ട അവസ്ഥയിലോട്ട് അവളെ കൊണ്ടുവന്ന ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ബിഗ് താങ്ക്സ് ഉണ്ട് ടീച്ചേഴ്സിന്. അത്രയും എനിക്ക്, കാരണം എൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും അവരെ അറിയിക്കാതെ, അവരുടെ പഠിപ്പിൽ ബാധിക്കാതെ നല്ല പോലെ പോയി. അത് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ മിടുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കതിൽ നല്ല കടപ്പാടുണ്ട് അവരോട്. അങ്ങനെ ഇതാ സമ്മാനദാനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം LKG കുട്ടികൾക്കാണ്. കണ്ടോ, കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ പാവം മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ചൂടുമല്ലേ. ഇതാ നമ്മുടെ പൊന്നൂസിനെ അവൾ അറബി കലോത്സവത്തിന് പോയിട്ട് കിട്ടിയതാണ്. അറബി കലോത്സവത്തിന് അവരുടെ സ്കൂളിലാണ് ഫസ്റ്റ്. അത് നമ്മുടെ ഫൈക്കുട്ടനെ, അവൻ അറബിയിൽ മാത്രം ടോപ്പാണ് കേട്ടോ. 3rd ആണ് ക്ലാസ്സിൽ അറബിയിൽ. അപ്പോൾ അതിന് അവനിക്ക് സമ്മാനം കിട്ടി. പിന്നെ അടുത്തത് ഇതാ പൊന്നൂസിന് നെക്സ്റ്റ് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ക്ലാസ് ടോപ്പിന് ഉള്ള സമ്മാനമാണ്. ഇനി അടുത്ത അടിപൊളി ഒരു സമ്മാനം അവൾക്ക് വരാൻ പോകുന്നുണ്ട് കേട്ടോ. മാഷാല്ലാ. ഞാൻ നല്ല അങ്ങനെ ഫൈക്കുട്ടൻ പൊലിവിലായിരുന്നു. ഫൈക്കുട്ടന് അവൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കില്ല. അവർ ആകെ കൂടെ ഒന്ന് കിട്ടിയപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ LKG കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കട്ടെ. LKG UKG കുട്ടികൾക്ക് എപ്പോഴും കളിപ്പാട്ടങ്ങൾ കൊടുക്കലുണ്ട്. അതിൻ്റെ ചടങ്ങാണ് ഇതാ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടാലൻറ്റ് എക്സാം എഴുതിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്, അത്രയും ട്രോഫികൾ, കാര്യങ്ങൾ. കുട്ടികൾക്കെല്ലാം കളിപ്പാട്ടങ്ങളാട്ടോ. നല്ല എക്സൈറ്റഡ് ആയിട്ട് കണ്ടോ കുട്ടികൾ നിൽക്കുന്നത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു സൂപ്പറായിരുന്നു. അങ്ങനെ ഇതാ ഫൈക്കുട്ടനും ഞാനും കൂടെ പിന്നെ ഫോട്ടോ എടുക്കുക. അവൻ എന്താ പറയുന്നത് വെച്ചാൽ, ഇതാണ് എൻ്റെ സ്കൂള്, കണ്ടോ ഇതാണ് എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീണ്ടും സമ്മാനദാനം തുടങ്ങിയിട്ടുണ്ട്. 1 മുതൽ 4 വരെയുള്ള അതായത് ക്ലാസ് ടോപ്പേഴ്സിന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്, 1ും 2ും. അപ്പോൾ ഇതാ അടുത്തതായിട്ട് കടന്നു വരും, നമ്മുടെ താരം കടന്നു വരും കേട്ടോ. മാഷാ അല്ലാ.
ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടോ. എൻ്റെ മോള് അത് ആ സ്കൂളിൽ 4ാം ക്ലാസ്സിലെ 1ാം സ്ഥാനത്താണ്. 1000 രൂപ ക്യാഷ് അവാർഡ് അവൾക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പ്രയാസങ്ങളിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ 2 മക്കൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, ഏറെക്കുറെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുന്നു മാത്രം, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അവൾ ക്യാഷ് അവാർഡ് കിട്ടി സന്തോഷത്തോടെ എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്തിലോട്ട് ഓടി വരികയാണ് ആള്. കാരണം അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഉമ്മ ഇപ്രാവശ്യം കിട്ടില്ലയോ, ഫസ്റ്റ് കിട്ടില്ലയോ, സെക്കൻഡ് ആവുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അതൊന്നും എനിക്കറിയണ്ട, ഇപ്രാവശ്യം എനിക്ക് ക്യാഷ് അവാർഡ് ഫസ്റ്റ് തന്നെ കിട്ടണം, നിനക്ക് തന്നെ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷത്തിൽ അങ്ങനെ ഓടി വന്നു എൻ്റെ അടുത്തോട്ട് എടുത്തു വെക്കുന്നവർ. അങ്ങനെ 2 കൂടെ നിർത്തി ഒരു ഫോട്ടോ കൊടുത്തു. ഇതുണ്ടോ 1000 രൂപ ക്യാഷ് അവാർഡാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. 4ാം ക്ലാസ്സിൽ ഫസ്റ്റ് സ്ഥാനമാണ് കേട്ടോ. പിന്നെ സ്റ്റേജിലെ ഡാൻസിനെക്കാളും പുറമെ കുട്ടികൾ കളിക്കുന്ന കേട്ടോ രസം. അപ്പോൾ നമ്മുടെ ഫൈക്കൂട്ടനും ഓടി അങ്ങോട്ട് ഓടി, ഫൈക്കൂട്ടനും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, ഡാൻസ് കളിക്കാൻ വേണ്ടി ഫൈക്കൂട്ടനും അങ്ങോട്ട് ഓടിട്ടോ. ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ നല്ല അവിടെ പാട്ട് വെച്ച് അവിടെ കുട്ടികൾ കളിക്കും, ഇവിടെ ഇപ്പുറത്ത് ഇവർ വരെ കളിക്കും. പിന്നെ ചായ സ്നാക്സ് ഒക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയില്ല, ഇക്കും ഫൈക്കൂട്ടനൊക്കെ പോയിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടോ ഫൈക്കൂട്ടനാണ് ആ കളിക്കുന്നത്, ഇലയും പിടിച്ചിട്ട്. ഭയങ്കര ഡാൻസിലാണ്, അവന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഫ്രണ്ട് ഡാൻസ് കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് കുറച്ച് ആവേശമായോ. നല്ല കളിയായിരുന്നു ആള്. പിന്നെ പൊന്നൂസിൻ്റെ ഡാൻസ് എത്തിയിട്ടില്ല, അടുത്തതായിട്ട് പൊന്നൂസിൻ്റെ ഡാൻസാണ് വരാൻ പോകുന്നത്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആൾ. ഡാൻസ് ഞാൻ ഡാൻസിൽ ചേരണ്ടെന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ അവൾക്ക് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അവസാനം ഞാൻ ചേരട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ച് വിട്ടതായിരുന്നു. അങ്ങനെ അവളുടെ ഡാൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആനിന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സോങ്ങിനാണ് കേട്ടോ അവർ കളിച്ചത്. അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ. അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. ഡാൻസ് കുറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവൾക്ക് പൊതുവെ അവൾ എന്നോട് ഡാൻസ് പഠിപ്പിക്കാൻ വിടുമോ, എനിക്ക് ഡാൻസ് കളിക്കണം, എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന്. അവൾ ഡാൻസിനോട് ഭയങ്കര ഒരു താല്പര്യമാണ്. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയാണ് അവളും. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് എൻ്റെ കുട്ടീനെ അതിൻ്റേതായ രീതിക്ക് വിടാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും പാടെ അവരുടെ ഒരു ഡാൻസ്, കുട്ടികൾ മാത്രം കളിച്ചാൽ പോരല്ലോ, അവരും കളിക്കണമല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ. പിന്നെ ഒരു ടീച്ചറും ഒരു സാറും പാടെ ഒരു സോങ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ദേശീയ ഗാനം ചൊല്ലി പരിപാടി അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും കണ്ടോ, ജനങ്ങൾ കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകണം. പൊന്നൂസ് അവളേക്കും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടോ, മേക്കപ്പ് ഒന്നൊക്കെ വീട്ടിൽ പോയിട്ടായിരിക്കും. ഞാൻ പോലീസിൻ്റെ അടുത്ത് പറയുന്നത്, നിന്നെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്, ഫൈക്കൂട്ടനും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി വീടെത്തി. ഫൈക്കൂട്ടൻ പുറത്ത് പൊന്നൂസിൻ്റെ സ്റ്റേജ് കളിച്ചിട്ട് നല്ല ക്ഷീണമല്ല, ഫൈക്കൂട്ടനാണ് ക്ഷീണം. അവൻ കിടന്നു. അപ്പോൾ ക്യാഷ് അവാർഡ്